ഇടുക്കിയിൽ കട്ടപ്പന കക്കാട്ട് കടയിൽ നടന്ന കൊലപാതകം അത് ഇരട്ടക്കൊലപാതകം നടത്തിയെന്ന് സംശയിക്കുന്ന വിഷ്ണു വിജയന്റെയും കുടുംബത്തിൻ്റെയും ജീവിതം ദുരൂഹത നിറഞ്ഞതാണ് എന്നാണ് മനസ്സിലാകുന്നത്. വിഷ്ണുവിൻ്റെ അമ്മയും സഹോദരിയും പിതാവിനെയും ആരും കണ്ടിട്ടില്ല. വിഷ്ണുവിനെ മാത്രമേ കണ്ടിട്ടുള്ളൂ എന്നാണ് പഞ്ചായത്ത് അംഗം പോലും പറയുന്നത്. വിഷ്ണു വീട് വാടകയ്ക്കാണ് എടുത്തത്. അച്ഛനും താനും മാത്രമാണുള്ളതെന്നാണ് വിഷ്ണു പറഞ്ഞത് എന്നാണ് മൊഴി. പോലീസ് എത്തി അമ്മയെയും സഹോദരിയെയും മോചിപ്പിച്ചപ്പോഴാണ് ഇവിടെ താമസക്കാരുണ്ടായിരുന്നതായി തൊട്ടടുത്തുള്ളവർ പോലും പറഞ്ഞത്. വളരെ ദുരൂഹത നിറഞ്ഞ കാര്യമാണ്. ആഭിചാരക്രിയകൾ ഈ വീട്ടിൽ ഉണ്ടായിരുന്നോ തുടങ്ങിയ സംശയവും ഉണ്ടാവുന്നുണ്ട്. പാലക്കാട് ഇലന്തൂരിലെ നരബലിക്ക് സമാനമായ രീതിയിലുള്ള ഒരു കൊലപാതകമാണോ സംഭവിച്ചത് എന്നുകൂടി നമ്മൾ അന്വേഷിക്കുന്നുണ്ട്. നമുക്ക് എന്തായാലും ആ പ്രതികരണം ഒന്ന് കേട്ടുവരാം. ഈ മോഷണമായിട്ട് ബന്ധപ്പെട്ടാണ് ഇങ്ങനെയുള്ള ഒരു സംഭവങ്ങൾ ഇവരിവിടെ താമസക്കാരുണ്ടെന്ന് പോലും അറിയുന്നത്. ആശാവർക്കർമാരും അതുപോലെ ഹരിതകർമ്മസേനക്കാരൊക്കെ ഈ വീടുകളിൽ ചെല്ലുന്ന സമയങ്ങളിലൊന്നും ആ വീട് അടച്ചിട്ടിരിക്കുമായിരുന്നു. അപ്പോൾ അവർ നമ്മളോട് മെമ്പർ എന്ന നിലയ്ക്ക് പറഞ്ഞത് അവിടെ താമസക്കാരില്ലേ ചേച്ചി, അതുകൊണ്ട് യൂസർ ഫീ ഒക്കെ കിട്ടണമെങ്കിൽ അവിടെ താമസമില്ലാത്തത് കൊണ്ട് എങ്ങനെയാണെന്ന് എന്നോട് ചോദിച്ചിരുന്നു. അപ്പോൾ ഞാനും ഓർത്ത് അവർ വാടകക്കാർ പോയി കാണുമെന്നും കണ്ടായിരുന്നു ഇരുന്നത്. അയൽക്കാരുമായിട്ടൊന്നും ഒരു ബന്ധങ്ങളും ഇല്ലായിരുന്നു. അപ്പോൾ അന്വേഷിച്ചപ്പോൾ ആർക്കും അവരെക്കുറിച്ചൊന്നും അറിയത്തില്ല. ഈ ഒരു ചെറുക്കൻ വിഷ്ണു എന്ന് പറഞ്ഞ ചെറുക്കൻ അപ്പുറത്തെ വീട്ടിൽ നിന്ന് വെള്ളം എടുക്കുന്നുണ്ടായിരുന്നു. അല്ലാതെ അവരുടെ അമ്മയെക്കുറിച്ചോ അച്ഛനെക്കുറിച്ചോ ഒന്നും അവർക്ക് ആർക്കും അറിയത്തില്ല. പത്തനംതിട്ട ഇലന്തൂരിൽ ഞാൻ പാലക്കാട് എന്ന് പറഞ്ഞു തോന്നുന്നു, പാലക്കാട് നിൽക്കുന്നുള്ളൂ. പത്തനംതിട്ടയിലാണ് കേട്ടോ. പാലക്കാടുകാർ അങ്ങനെ ആഭിചാരക്രിയകളിൽ കാര്യമായി വിശ്വസിക്കുന്നവരല്ല. പത്തനംതിട്ടയിലെ ഇലന്തൂരിലാണ് ആ സംഭവം വന്നുണ്ടായത്. സമാനമായ രീതിയിലുള്ള നരബലിയോ ആഭിചാരക്രിയയോ നടന്നിട്ടുണ്ടോ എന്ന കാര്യത്തിൽ സംശയമുണ്ട്. ഇതിൽ ഈ വിഷ്ണുവിൻ്റെ പിതാവായ വിജയനെയും സഹോദരിയുടെ കുഞ്ഞിനെയും വിഷ്ണു കൊലപ്പെടുത്തിയോ എന്നതാണ് ഇപ്പോൾ പരിശോധിക്കുന്നത്. നമസ്കാരം. സന്ദീപ് രാജാക്കാട് നമുക്കൊപ്പം ചേരുന്നുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി സന്ദീപ് രാജാക്കാട്, ഒരു നരബലിയിലേക്കുള്ള സൂചനയാണോ നമുക്ക് ആളുകൾ നൽകുന്നത്? മൊത്തത്തിൽ ദുരൂഹത നിറഞ്ഞ ഇടപാടാണല്ലോ വിഷ്ണുവിൻ്റേത്. ഡോക്ടർ അരുൺകുമാർ, അത്തരത്തിൽ തന്നെയാണ്. മൊത്തത്തിൽ ഒരു ദുരൂഹത നിലനിൽക്കുന്ന കേസ് എന്ന് വേണം മനസ്സിലാക്കാൻ. കാരണം പോലീസിനൊരു പ്രാഥമികമായിട്ടുള്ള സംശയം ഉണ്ടാകുന്നത് അത്തരം കാര്യങ്ങളിൽ നിന്നാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു രീതിയിലുള്ള ഒരു അന്വേഷണമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. മോഷണ കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായിട്ടുള്ള ഈ നിതീഷും ഒപ്പം തന്നെ വിഷ്ണുവും, അതിൽ ഈ വിഷ്ണു താമസിച്ചിരുന്ന വീട്ടിലേക്ക് ഈ വീട്ടിൽ എന്തെങ്കിലും തൊണ്ടിമുതലുകൾ സൂക്ഷിച്ചിട്ടുണ്ടോ എന്നതിനെ സംബന്ധിച്ച് അന്വേഷിക്കുന്നതിനാണ് പോലീസ് എത്തുന്നത്. പോലീസ് അവിടെ എത്തുമ്പോൾ ആ വീടിനെ സംബന്ധിച്ച് ഞാനിപ്പോൾ നിൽക്കുന്ന എനിക്ക് പുറകിലായി കാണുന്ന ഈ വീട്ടിലാണ് പോലീസ് ആദ്യമെത്തി അന്വേഷണം നടത്തുന്നത്. ഇവിടേക്ക് എത്തുമ്പോൾ ഈ വീട്ടിൽ ചില അസ്വാഭാവികമായിട്ടുള്ള സാഹചര്യങ്ങളെ കാണുന്നു. ഒപ്പം തന്നെ ഈ വീട്ടിൽ ഈ വിഷ്ണുവിൻ്റെ അമ്മയും സഹോദരിയും ഉണ്ടായിരുന്നു. ഇവര് ഈ വീടിനുള്ളിൽ അടച്ച് ഇരിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. പിന്നീട് ഇവരോട് കുറച്ച് കാര്യങ്ങൾ ചോദിക്കുമ്പോൾ ഇവരുടെ മൊഴികളിൽ അല്ലെങ്കിൽ ഇവർ സംസാരിക്കുന്നതിലും അസ്വാഭാവികത കാണുന്നു. അവിടെ നിന്നാണ് പോലീസിന് സംശയം രൂപപ്പെടുന്നത്. ഒപ്പം തന്നെ ഈ വീടിനുള്ളിലെ തറ പൊളിച്ച നിലയിൽ കോൺക്രീറ്റ് ചെയ്തിരിക്കുന്നതായി കാണപ്പെടുന്നുണ്ട്. ഈ അച്ഛനെ കുറിച്ച് ചോദിക്കുമ്പോൾ അതിനെ സംബന്ധിച്ച് വ്യക്തമായിട്ടുള്ള മറുപടികൾ ലഭിക്കാതെ വരുന്നു. അതെല്ലാം സംശയം ജനിപ്പിക്കുന്ന സാഹചര്യമാണ്. പിന്നീട് ഈ വീട്ടുടമസ്ഥയെ ഇവിടേക്ക് വിളിച്ചു വരുത്തുകയും വീട്ടുടമസ്ഥയോട് ഇത്തരത്തിൽ ഈ തറ കോൺക്രീറ്റ് ഇതിനെ സംബന്ധിച്ച് ചോദിക്കുകയും ചെയ്തപ്പോൾ അത് തങ്ങൾക്കറിയില്ല, താൻ ചെയ്തതല്ല എന്ന് പറഞ്ഞിരുന്നു. അങ്ങനെ അതിലേക്ക് ഒരു സംശയം എത്തുകയാണ് ഉണ്ടായത്. അതിനെ തുടർന്നാണ് ഇപ്പോൾ പോലീസ് ഇത്തരത്തിൽ ഒരാളെ ഈ നാളുകളായി ഏതാണ്ട് 8 മാസത്തിലധികമായി ഈ വിജയനെ കാണാനില്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ കൊലപാതകം നടന്നിട്ടുണ്ടോ എന്നുള്ളതിനെ സംബന്ധിച്ചുള്ള ഒരു സംശയം ജനിപ്പിക്കുന്നത്. എന്തായിരുന്നാലും ഇന്ന് ഈ കേസിലെ പ്രധാനി എന്ന് പറയപ്പെടുന്ന നിതീഷിന്റെ കസ്റ്റഡി അപേക്ഷ കോടതിയിൽ അല്പസമയത്തിനകം കട്ടപ്പന കോടതിയിൽ പോലീസ് സമർപ്പിക്കും. നിതീഷിനെ കസ്റ്റഡിയിൽ വാങ്ങിയതിന് ശേഷം വിശുദ്ധമായ മൊഴി രേഖപ്പെടുത്തും. പിന്നീട് എഫ്ഐആർ ഇട്ട് ഇത് കട്ടപ്പന ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ പുതിയ കസ്റ്റഡിയിൽ വാങ്ങാൻ പോലീസ് അപേക്ഷ നൽകും. സന്ദീപാണ് വിവരങ്ങൾ നൽകിയത്. മൊത്തത്തിൽ അടിമുടി ദുരൂഹത നിറഞ്ഞൊരു ജീവിതമാണ് ഈ വിഷ്ണുവിൻ്റേത് എന്നാണ് പഞ്ചായത്ത് അംഗം അടക്കമുള്ളവർ പറയുന്നത്. മൊഴികളിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത് അവിടെ നടന്നതൊരു ആഭിചാരക്രിയയുടെ ഭാഗമായിട്ടുള്ള നരബലി ആകാതിരിക്കട്ടെ. ഇലന്തൂരിന്റെ ഷോക്കിൽ നിന്ന് നമ്മൾ രക്ഷപ്പെട്ടു വരുന്നതേ ഉള്ളൂ.